അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും പല പ്രായം ചെന്ന പണ്ഡിതന്മാർക്ക് പോലും സാദാത്യങ്ങൾക്ക് പോലും അറിയാത്തവരുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാസർഗോഡ് ഭാഗത്തുള്ള ഒരു തങ്ങള് അയാളുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അയാൾ എനിക്ക് തോന്നുന്നത് സ്വഹാബിയുടെ കൂട്ടത്തിലാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഡൗട്ടല്ല, ആ പ്രസംഗം കേട്ടാൽ ഉറപ്പ് തന്നെയാണ്. ശരിക്ക് ജിഫിരി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന ആ സമസ്തയോടൊപ്പം അല്ല മൂപ്പരുള്ളത്. മൂപ്പര് അബ്ദുസമദ് പൂക്കോട്ടൂര്, അതുപോലെ തന്നെ മറ്റേ കൂടത്തായി, ഇതുപോലത്തെ അബ്ദുറഹ്മാൻ കല്ലായി, അതുപോലെ ഇങ്ങനെ കുറച്ച് ആൾക്കാരും ആയിനാജ്, ഇവരെല്ലാവരും ഉള്ള ആ ടീമിലാണ് ഈ തങ്ങളുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇയാളുടെ പ്രസംഗം കേട്ടിട്ട് മുജാഹിദിനൊന്നും പറയണ്ട, ഓരൊക്കെ കൂട്ടുപിടിച്ച് കൊണ്ടടക്കണം, കൂട്ടിപ്പിടിച്ചുകാണ്ട് കൊണ്ടടക്കണം, ഓരോ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് പുറത്താക്കരുത് എന്നൊക്കെയാണ് ഈ തങ്ങൾ പ്രസംഗിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം സുന്നത്ത് ജമാഅത്തിനോടൊപ്പം അല്ല ആ സംസാരം ഉള്ളത് എന്നുള്ളത്. കാരണം സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് 1926 കാലഘട്ടങ്ങളിൽ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് വഹാബികളെ തുരത്താൻ വേണ്ടി കൊണ്ടാണ്, സുന്നത്തമായത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി കൊണ്ടാണ്. വഹാബി ആശയങ്ങൾ ഇവിടെ കയറിക്കൂടി ജനങ്ങളുടെ ഈമാൻ തെറ്റിക്കുന്നുണ്ട്, അവർ ഈമാൻ പയപ്പിക്കുന്നുണ്ട്. ആയതുകൊണ്ട് അതിൽ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പണ്ഡിതന്മാർ തീരുമാനിച്ച് വഹാബികളെ തുരത്താൻ വേണ്ടിക്കൊണ്ട് തീരുമാനിച്ചത്. എന്നിട്ട് അവരെ കൂട്ടിപ്പിടിക്കണം എന്നാണ് ഇപ്പോൾ ഈ തങ്ങൾ വന്നിട്ട് പറയുന്നത്. ഒന്ന് കേട്ടോ കാണി. കൂട്ടുപിടിക്കലാണ് അല്ലാതെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂട്ടുപിടിക്കലാണ് അല്ലാതെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓരോ മാറ്റി നിർത്തലല്ല. ഓക്കെ, തങ്ങളെ മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമികളും പറയുന്നത് തങ്ങൾ എന്നുള്ളൊരു വർഗ്ഗമല്ല എന്നാണ്. അപ്പം നിങ്ങളോ തങ്ങൾ എന്നുള്ളൊരു വർഗ്ഗമല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾ തങ്ങളല്ലേ? അപ്പം നിങ്ങളെ വാദം അങ്ങനെ തന്നെയാണോ? നിസ്സാരമായ വാക്കാണോ? നമ്മൾക്കറിയാലോ, ബഹുമാനപ്പെട്ട ശാലിയാത്തിനെ പോലുള്ള മഹാന്മാർ വഹാബികളെ സംബന്ധിച്ച് കാഫറാണെന്ന് വിധി വരണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഖുതുബി തങ്ങളെ പോലുള്ള മഹാന്മാർ പറഞ്ഞത് അങ്ങനെ പറയരുത്, ഭൂരിപക്ഷം നോക്കിയിട്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് ഒരാളെ കാഫറാക്കുന്നതിനേക്കാൾ അപ്പുറം അതല്ല നല്ലത്, കൂട്ടുപിടിക്കുകയാണ്, അവരുടെ ആ കുഫിരത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് വാപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നതുപോലെ നിസ്സാരമായ പ്രശ്നവും മറ്റും പറഞ്ഞ് വിദ്യുത്തും മറ്റും ആക്ഷേപിച്ച് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം നമ്മൾ അവരെ ചേർത്ത് വിളിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും മറ്റൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി ഇവിടെ കാതോർത്ത് നിൽക്കുമ്പോൾ നമ്മൾ അനൈക്യം സൃഷ്ടിച്ചുകൊണ്ട് ചിഹ്ന ഭിന്നമാകാതെ ഐക്യത്തോടെ കേട്ടില്ല നിങ്ങൾ ഇയാളീ പറയുന്നത്? ചിഹ്ന ഭിന്നമാകാതെ ഐക്യത്തോടുകൂടെ, അനൈക്യമില്ലാതെ ഐക്യത്തോടു കൂടെ വഹാബികളോടൊപ്പം പോകണം, വഹാബികളോടൊപ്പം നമ്മൾ ഐക്യത്തിൽ പോകണമെന്ന്. പൊന്നാര തങ്ങൾ പാപ്പ അങ്ങനെയല്ല. അത് നിങ്ങളെ സ്വഹാബികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവരൊപ്പം കൂടിയാണ്ട് നിങ്ങൾ സമസ്തയെ അതല്ലെങ്കിൽ വഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകല്ലേ. നിങ്ങളെ സ്വഹാബികൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. അബ്ദുസമദ് പൂക്കോട്ടൂരും നാസിർ ഫൈസി കൂടത്തായിയും അതുപോലെ അബ്ദുറഹ്മാൻ കല്ലായിയും അതുപോലെ മായിനാജി, അതുപോലെ മറ്റേ കുറച്ച് ആളുകൾ നമ്മളെ റഹ്മാൻ ഫൈസിയെ പോലത്തെ കുറേ ആളുകൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അങ്ങനെ പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത്. കാരണം കുഫിരിയത്ത് വാദിക്കുക എന്നുള്ളത് അവർ നമ്മളെയാണ് കുഫിരിയത്താക്കിയിട്ടുള്ളത്. അവർ നമ്മളെയാണ് കാഫിര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മളോരല്ല. നമ്മളെ കാഫിര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാഫിര്യങ്ങളായ നമ്മൾ കാഫിര്യങ്ങളാണെന്ന് പറഞ്ഞ് പിന്നെ ഓരോട് സലാം പറയാൻ നടക്കണോ? ഇപ്പം തങ്ങളുടെ അഭിപ്രായത്തിൽ ഓരോട് സലാം പറയണം, ഓല് കൂടുന്ന കൂട്ടത്തിൽ ഓലെ നമ്മൾ കൂട്ടണം, ഓല് കുളിക്കുന്നിടത്ത് നമ്മൾ പോകണം, നമ്മൾ വിളിക്കുന്നിടത്ത് ഓലും വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും അനൈക്യമില്ലാതെ നല്ല ഐക്യത്തിൽ ഓരോയിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇപ്പം തങ്ങൾ പാപ്പാൻ്റെ വാദം. ശരിക്കും ഒരിക്കലും നടക്കൂല തങ്ങൾ പാപ്പ. അതിനു വേണ്ടിയല്ല സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. സമസ്ത ഉണ്ടാക്കിയിട്ട് സുന്നത്തമായത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടിക്കൊണ്ടാണ്. സുന്നത്തമായത്ത് ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ആ സ്വഹാബികളൊപ്പം കൂടിയിട്ട് ജിഫിരി തങ്ങൾ പാപ്പ പുറത്തുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ.
അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ പുറത്തുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായിക്കോട്ടെ. ആ ബോധത്തിനനുസരിച്ചാണ് നിങ്ങൾ കൈകാര്യം ചെയ്യും. നിങ്ങൾ കാസർഗോഡ് ഭാഗത്ത് വലിയൊരു അറിയപ്പെട്ട തങ്ങളാണ് നിങ്ങളാണ് ഈ കോലത്തിൽ ഈ പറയുന്നത്. വഹാബികൾക്കൊരു തണലായിക്കൊണ്ട് സംസാരിക്കുന്നത്. അള്ളാഹു വഹാബികളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോട് ഒരൈക്യവും പാടില്ല, ഒരു നിലക്കും അവരോട് പാടില്ല. ശംസുൽ ഉലമ കെ ഉസ്താദ് പറഞ്ഞത്, ഒരു ഹിന്ദുവും ഒരു വഹാബിയും മത്സരിക്കാൻ നിന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിക്കൊണ്ട് ഇപ്പുറത്ത് ഗണേശനും നിന്നു, അപ്പുറത്ത് നിന്നത് അബൂബക്കറാണ് വെച്ചാൽ വഹാബിയാണ്, മുജാഹിദോ ജമാഅത്തുകാരനുമാണ്. എങ്കിൽ ആ അബൂബക്കറിനിക്ക് ഒരിക്കലും വോട്ട് കൊടുക്കരുത്, ഈ ഗണേശന് വോട്ട് കൊടുത്ത് ഇവനെ വിജയിപ്പിക്കണം എന്നാണ് ശംസുൽ ഉലമ പറഞ്ഞത്. എന്തുകൊണ്ട്? കാരണം ഓൻ ലാലുമാണ്, മുദില്ലുമാണ്, പേച്ചോനുമാണ്, പേപ്പിക്കണവനുമാണ്. ആര്? വഹാബി. ആ സമയത്തോ ഗണേശനോ ഓൻ ലാലില് മാത്രമാണോ, പേച്ചോ മാത്രമാണ്, ഓൻ ആരും പേപ്പിക്കാൻ പോണില്ല. അതുകൊണ്ട് ഇവനാണ് വോട്ട് കൊടുക്കേണ്ടത്, ഓന് വോട്ട് കൊടുക്കരുത്. ഈ രൂപത്തിലാണ് ശംസുൽ ഉലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലാസ് ചായ, ആ ചായയിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കി അതിൽ ആട്ടുംകാട്ടം ചാടിയ പിന്നെ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നതുപോലെയാണ് വഹാബികൾ. നല്ല കാര്യങ്ങളിൽ ഒരു വഹാബി വന്ന് പെട്ടാൽ അത് മുഴുവനും ആട്ടുംകാട്ടം ചാടിയതുപോലെയായി എന്നാണ് ശംസുൽ ഉലമ കെ ഉസ്താദ് അവരുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കെ ഉസ്താദിൻ്റെ മാതൃകയിലല്ലേ നമ്മളുള്ളത്? ആ പണ്ഡിതന്മാരോടൊപ്പമല്ലേ നമ്മളുള്ളത്? അപ്പോൾ ആ പണ്ഡിതന്മാരുടെ പിന്നിൽ നിലനിൽക്കാൻ നാം ശ്രമിക്കണം. അതുപോലെ തന്നെ വഹാബികൾ അത്രയും പേച്ചവരാണ് എന്ന് മദ്രസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിലുള്ള മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നു. അവരോട് സലാം പറയാൻ പാടില്ല, അവരുമായി കൊണ്ട് കൂടിക്കാഴ്ച പാടില്ല, അവരുമായി കൊണ്ട് യാതൊരു ബന്ധവും പാടില്ല, കല്യാണ ബന്ധങ്ങൾ വരെ പാടില്ല. കല്യാണ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വഹാബികളുമായി കൊണ്ട് ഉണ്ടാവരുത് എന്നാണ് സമസ്തയുടെ തീരുമാനവും സമസ്തയുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ അതിന് എതിരായി കൊണ്ടാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്, ആരിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ സംസാരിച്ചത്? ആരാണ് നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത്? അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ പെട്ടിക്കൊണ്ട് നളന്ത സമസ്തക്കാരോടൊപ്പം കൂടിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിക്കാൻ നടന്നാൽ അത് ഉലകത്ത് നിന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല, അതിന് വിജയിക്കുകയും ഇല്ല. അള്ളാഹു സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ നിലനിർത്തി തരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് ഘടകവിരുദ്ധമായി കൊണ്ട് ആര് പ്രവർത്തിച്ചോ അവരല്ലാഹു ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.